മനുഷ്യന്റെ വഴിയിൽ ദൈവത്തിന് പ്രസാദം തോന്നിയാൽ യഹോവ അവന്റെ ഗമനം സ്ഥിരമാക്കും. യഹോവ അവന്റെ ഗമനം സ്ഥിരമാക്കും. ഈ മനുഷ്യൻ ബോധിച്ച വഴിയാണ് തെരഞ്ഞെടുക്കുന്നത്. മനുഷ്യന് ബോധിച്ച വഴിയാണ്, ഇഷ്ടപ്പെട്ട വഴിയാണ് മനുഷ്യൻ തെരഞ്ഞെടുക്കുന്നത്. ഒരല്പം കൂടെ ആഴമായിട്ട് ഞാൻ പറഞ്ഞ, ഒരു ജഡീക മനുഷ്യൻ ജഡത്തിന് ഇഷ്ടമുള്ള വഴി തെരഞ്ഞെടുക്കും. പക്ഷേ ജഡീക മനുഷ്യന്റെ അകത്ത് ദൈവാത്മാവ് ആവസിച്ചാൽ അവൻ തെരഞ്ഞെടുക്കുന്ന വഴി ജഡത്തിന് ഇഷ്ടമുള്ള വഴിയല്ല, തന്നിൽ വ്യാപരിക്കുന്ന ആത്മാവിന് ഇഷ്ടപ്പെട്ട വഴിയാണ്. മനസ്സിലാക്കുന്നവർക്കായി സ്വന്തം. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വേറെ ഭാഗമാണ് ചിന്തിച്ചത്, ദൈവിക പ്രസാദത്തെ പറ്റിയാണ് നമ്മൾ ചിന്തിച്ചത്. എന്നാൽ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് എന്നെ ആ ഭാഗത്ത് നിന്ന് ചിന്തിപ്പിച്ച മറ്റൊരു ദൂതിലേക്കാണ് നിങ്ങളെ ഞാൻ കൊണ്ടുപോകുന്നത്. മനുഷ്യന് ഇഷ്ടപ്പെട്ട വഴി മനുഷ്യൻ തെരഞ്ഞെടുക്കും. ജഡീക മനുഷ്യൻ തെരഞ്ഞെടുക്കുന്നത് ജഡത്തിന് ഇഷ്ടപ്പെട്ട വഴിയാണ്. ഒരല്പം കൂടെ ആഴമായിട്ട് ഞാൻ പറഞ്ഞാൽ, രക്ഷിക്കപ്പെട്ടതായിരിക്കാം, സ്നാനപ്പെട്ടതായിരിക്കാം, അന്യഭാഷ പറയുന്നുണ്ടായിരിക്കാം, ആരാധനയിൽ സംബന്ധിക്കുന്നുണ്ടായിരിക്കാം, എല്ലാ ആഴ്ചയിലും വരുന്നുണ്ട്, കൃത്യമായി ദശാംശവും സ്തോത്രകാഴ്ചയും വഴിപാടും അർപ്പിക്കുന്നുണ്ട്. പക്ഷെ ജഡീക മനുഷ്യൻ ചത്തിട്ടില്ലെങ്കിൽ, ജഡം മരിച്ചിട്ടില്ലെങ്കിൽ, ജഡം മരണിപ്പിച്ചിട്ടില്ലെങ്കിൽ അവൻ തെരഞ്ഞെടുക്കുന്നത് ജഡത്തിന് ഇഷ്ടമുള്ള വഴിയായിരിക്കും. ജഡത്തിന് ഇഷ്ടമുള്ള വഴി. ഇന്ന് പകൽ ഇത് പ്രസംഗിക്കുമ്പോൾ തന്നെ സ്വയം ഒന്ന് പരിശോധിക്കണം. രക്ഷിക്കപ്പെട്ടിട്ടും സ്നാനപ്പെട്ടിട്ടും ജഡസ്വഭാവം നിങ്ങൾ മരിച്ചിട്ടില്ലെങ്കിൽ നീ ദൈവത്തിന് പ്രസാദമുള്ള വഴിയിലല്ല, മറിച്ച് നീ നിനക്ക് ബോധിച്ച വഴിയിലാണ്. സ്തോത്രം വരുന്നില്ല. ഹലോ, നമ്മൾ എന്നും ഇങ്ങനെ അനുഗ്രഹത്തിന്റെ ദൂതും വാലെല്ലാം തലയാക്കും എന്നൊക്കെ കേട്ട് ഇങ്ങനെ പരിചയമായതുകൊണ്ട് ആ ഒരു ലെവലിലാണ് നമ്മൾ ഇരിക്കുന്നത്. സ്തോത്രം. ഹലോ, നമ്മളെ തലയാക്കാൻ കഴിവുള്ളവൻ ഇവിടെ ഉണ്ടെന്നേ. നമ്മുടെ സ്ഥിതി മാറ്റാൻ കഴിവുള്ളവന്റെ സന്നിധിയിലാണ് നീ വന്നിട്ടുള്ളത്. പക്ഷെ സ്ഥിതി മാറണമെങ്കിൽ, വാലല്ല തലയാകണമെങ്കിൽ നീ ദൈവത്തിന് പ്രസാദമുള്ളത് ചെയ്യണം. ഹലോ, ജീസസ് പോയി സഭയുടെ അംഗത്വം എടുത്തത് കൊണ്ടായില്ല, എല്ലാ ആരാധനയിലും സംബന്ധിച്ചത് കൊണ്ടായില്ല. നിന്നെ വാലല്ല തലയാക്കാമെന്ന് ഈ പുസ്തകത്തിനകത്ത് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ വചനപ്രകാരം പരിശുദ്ധാത്മാവിൽ ഒരു ദൂത് ഞാൻ പറയാ, നിന്റെ ലെവല് മാറണമെങ്കിൽ, നിന്റെ സ്ഥിതി മാറണമെങ്കിൽ നീ ദൈവത്തിന് പ്രസാദമുള്ളവനായിരിക്കണം. നീ ദൈവത്തിന് പ്രസാദമുള്ള വഴിയിലായിരിക്കണം. ഇന്ന് പകൽ നീ ആയിരിക്കുന്നത്, നീ നടക്കുന്നത്, നീ യാത്ര ചെയ്യുന്നത് അവൻ ഇഷ്ടമുള്ള വഴിയിലാണെങ്കിൽ നിന്റെ വഴിയാത്രയിൽ നിനക്ക് വേണ്ടുന്നതൊക്കെ നൽകി നിന്നെ ആദരിപ്പാൻ, നിന്നെ മാനിപ്പാൻ എന്റെ ദൈവം വിശ്വസ്തനായ ദൈവമാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് യാക്കോബ് ദൈവത്തോട് ഒരു നേർച്ച നടന്നപ്പോ യാക്കോബ് ദൈവത്തോട് പറഞ്ഞൊരു കാര്യമുണ്ട്, എനിക്ക് എന്റെ ഈ വഴി യാത്രയിൽ ഭക്ഷിപ്പാൻ ആഹാരം, ധരിപ്പാൻ വസ്ത്രം, ശരീരത്തിന് വേണ്ടുന്ന സൗഖ്യം നൽകി എന്നെ എന്റെ അപ്പന്റെ ഭവനത്തിലേക്ക് സൗഖ്യത്തോടെ മടക്കി വരുത്തുമെങ്കിൽ ഈ ദൈവം എന്റെ ദൈവമാണ്. ഇന്ന് പകൽക്കാലം തെരഞ്ഞെടുക്കപ്പെട്ട ദൈവമേ, വിളിച്ചു വേർതിരിക്കപ്പെട്ട ദൈവമേ, നീ ദൈവത്തിന് പ്രസാദമുള്ള വഴിയിലാണെങ്കിൽ ആ വഴിയാത്രയിൽ നിനക്ക് വേണ്ടുന്ന ആഹാരം നൽകാൻ, നിനക്ക് വേണ്ടുന്ന വസ്ത്രം നൽകാൻ, നിന്റെ ശരീരത്തിന് വേണ്ടുന്ന സൗഖ്യം നൽകാൻ ഈ ദൈവം അന്നും ഇന്നും എന്നും വിശുദ്ധനായി നിലകൊള്ളുന്ന ദൈവമാണെന്ന് ഈ വചനത്തിലൂടെ പ്രഖ്യാപിക്കുന്നു. ഇന്ന് പകൽ ആത്മാവിനെ പ്രവചിച്ചു പറയുകയാ. ഇന്ന് പകൽ ദൈവത്തിന് പ്രസാദമുള്ള വഴിയിലൂടെ നീ യാത്ര ചെയ്താൽ നിനക്ക് വേണ്ടുന്ന സമയത്ത് നിന്റെ കൈകളിൽ എത്തിച്ച് നിന്റെ സ്ഥിതി മാറ്റാൻ കഴിവുള്ള ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് പകൽ ഈ ആലയത്തിനകത്തുണ്ട്. തിരിച്ചറിയുന്നവർ ആധാരം തുടർന്ന്
സൂര്യനകൾ മാറുന്ന പകര, വഴിത്തിരിവുണ്ടാകുന്ന പകര, സൂര്യനകൾ വഴിമാറട്ടെ, തകർച്ചകൾ വഴിമാറട്ടെ, വഴിത്തിരിവുകൾ ഉണ്ടാകട്ടെ, അത്ഭുതങ്ങൾ നടക്കട്ടെ. പ്രസാദമുള്ള വഴിയിൽ നീ നടന്നാൽ, ഹലോ, മനുഷ്യനെ പ്രസാദിപ്പിക്കുന്നവൻ അവന് പ്രസാദമുള്ള വഴിയിൽ നടന്നു, അല്ലേ? മനുഷ്യനെ പ്രസാദിപ്പിക്കുന്നവൻ മനുഷ്യനെ പ്രസാദിക്കുന്ന വഴിയിൽ നടക്കും. പക്ഷെ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവൻ ദൈവത്തിൽ പ്രസാദമുള്ള വഴിയിൽ നടക്കണം. ഹലോ, ഒരല്പം കൂടെ ആഴമായിട്ട് പറഞ്ഞാൽ, നിന്നെ നിയന്ത്രിക്കുന്നത് മനുഷ്യനായിരിക്കരുത്, നിന്നെ നിയന്ത്രിക്കുന്നത് ദൈവമായിരിക്കണം. മനസ്സിലായില്ല? നിന്നെ നിയന്ത്രിക്കുന്നത് മനുഷ്യനായിരിക്കരുത്, നിന്നെ നിയന്ത്രിക്കുന്നത് ദൈവമായിരിക്കണം. ദൈവത്താൽ നിയന്ത്രിക്കപ്പെടുന്നവൻ ആത്മാവിന് കീഴ്പ്പെടും. ആത്മാവിന്റെ ഇഷ്ടം മനസ്സിലാക്കി അനുസരിച്ച് മുൻപോട്ട് യാത്ര ചെയ്യും. അവന് വേണ്ടുന്നത് വേണ്ടുന്ന സമയത്ത് ഒരുക്കി നൽകാൻ അവൻ വിശ്വസ്തനാണ്. ഹലോ, പിതാക്കന്മാർ ദൈവത്തിന്റെ ശബ്ദത്തിന് കാതോർപ്പിച്ചു. ഹലോ, അവൻ ദൈവ ശബ്ദം കേട്ടു. ആ ശബ്ദത്തിനനുസരിച്ച് അവൻ സ്റ്റെപ്പ് വെച്ചു. അവരുടെ മുൻപിൽ അവര് പ്രതീക്ഷിക്കാത്ത വഴി തുറന്നു. അവര് പ്രതീക്ഷിക്കാത്ത വഴി തുറന്നു. അവര് പ്രതീക്ഷിക്കാത്ത ദൈവത്തിന്റെ കരുതൽ. ഇന്ന് പകൽ ദൈവത്തിന് പ്രസാദമുള്ള വഴിയിൽ നീ നടന്നാൽ, നീ പ്രതീക്ഷിക്കാത്ത വഴി നിനക്ക് വേണ്ടി തുറക്കും. നിന്റെ കുടുംബത്തിന് വേണ്ടി തുറക്കും. നിന്റെ തലമുറയ്ക്ക് വേണ്ടി തുറക്കും. നിന്റെ ഭാവിക്ക് വേണ്ടി തുറക്കും. നിന്റെ ജോലിക്ക് വേണ്ടി തുറക്കും. നിന്റെ ഹൃദയത്തിൽ നീ ഏത് വിഷയത്തെ ഓർത്താണോ ഭാരപ്പെടുന്നത്, ദൈവത്തിന് പ്രസാദമുള്ള ചെയ്യുന്ന ദൈവമല്ലേ, അതിന്മേൽ ദൈവം നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. ഇന്ന് പകൽ ആത്മാവിനെ കാണുകയാ. ചില വഴികൾ, ചില കരുതലുകൾ, ദൈവത്തിന്റെ സംരക്ഷണം ഇന്ന് പകൽ ചില കുടുംബങ്ങൾക്ക് വേണ്ടി, ചില തലമുറകൾക്ക് വേണ്ടി അത് വെളിപ്പെട്ട് വരുന്നതയ്യോ, വെളിപ്പെട്ട് വരുന്നത്. പ്രസാദമുള്ളത് ചെയ്താൽ ദൈവത്തിൽ പ്രസാദിക്കും. പ്രസാദമുള്ള വഴിയിൽ നടന്ന് ആ വഴിയിൽ വേണ്ടുന്നത് നിനക്ക് നൽകാൻ. ഹല്ലേലൂയ. ഒരു മനുഷ്യന്റെ വഴിയിൽ ദൈവത്തിന് പ്രസാദം തോന്നുക. ദൈവം പ്രസാദിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ദൈവം പ്രസാദിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? 1 യോഹന്നാൻ 3-ാം അധ്യായം 22-ാമത്തെ വാക്യം. 1 യോഹന്നാൻ 3-ാം അധ്യായം 22-ാമത്തെ വാക്യം. ശ്രദ്ധിച്ചേ, അവന്റെ കൽപ്പനകളെ നാം പ്രമാണിച്ച് അവന് പ്രസാദമുള്ളത് ചെയ്യുന്നത് കൊണ്ട് എന്ത് യാചിച്ചാലും. ഹലോ, അപ്പോ അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ അവന് പ്രസാദമുള്ളത് ചെയ്യാൻ കഴിയൂ. ഒരല്പം കൂടെ വ്യക്തമാക്കിയാൽ, അവന് പ്രസാദമുള്ളത് ചെയ്യാൻ തീരുമാനിച്ചവൻ അവന്റെ കൽപ്പനകളെ അനുസരിക്കും. ഹലോ, കൽപ്പന അനുസരിക്കുന്നവൻ പ്രസാദമുള്ളത് ചെയ്യും. പ്രസാദമുള്ളത് ചെയ്യാൻ തീരുമാനിച്ചവൻ കൽപ്പന അനുസരിക്കും. മനസ്സിലാക്കുന്നവർക്കായി സ്തോത്രം. അങ്ങനെ പ്രസാദമുള്ളത് ചെയ്താൽ അവൻ എന്ത് യാചിച്ചാലും, ഹലോ, എന്ത് യാചിച്ചാലും അതവന് ദൈവം നൽകി കൊടുക്കും. ഇന്ന് പകൽ നീ ദൈവം പ്രസാദിക്കുന്ന വഴിയിലാണെങ്കിൽ, നീ ദൈവം പ്രസാദിക്കുന്ന വഴിയിലാണെങ്കിൽ, അവന്റെ കൽപ്പന അനുസരിച്ച്, അവന്റെ പ്രമാണത്തിൽ നിലകൊണ്ട്, അവന്റെ വഴിയിലാണ് നീ നിൽക്കുന്നതെങ്കിൽ, അവന്റെ വഴിയിലാണ് നീ യാത്ര ചെയ്യുന്നതെങ്കിൽ, ഇന്ന് പകൽ യാചന കേൾക്കുന്നൊരു ദൈവമുണ്ടെന്ന്, നിന്റെ യാചനയ്ക്ക് മറുപടി നൽകുന്നൊരു ദൈവമുണ്ടെന്ന് ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ഈ വചനത്തിലൂടെ വ്യക്തമാക്കുകയാണ്. പരിശുദ്ധാത്മാവിൽ ഒരിക്കൽ കൂടെ ഞാൻ ആവർത്തിച്ചു പറയാം, ദൈവത്തിന് പ്രസാദമുള്ളത് നീ ചെയ്താൽ നിന്റെ യാചനയ്ക്ക് ഇന്ന് തന്നെ ഉത്തരം നൽകാം. ചില യാതനകൾ ദൈവസന്നിധിയിൽ
യാതൊരു മറുപടി വെളിപ്പെടുണ്ട്. യാചിച്ചാൽ കേൾക്കുന്നൊരു ദൈവമുണ്ട്. പ്രാർത്ഥിച്ചാൽ ഉത്തരം തരുന്നൊരു ദൈവമുണ്ട്. കരുണ കാണിക്കുന്നൊരു ദൈവമുണ്ട്. ഇന്ന് പകരം യാതൊരു സാന്നിധ്യമുണ്ട്. അനുഭവിക്കുന്നവർ ദൈവത്തെ സ്തുതിക്കട്ടെ. അനുഭവിക്കുന്നവർ ദൈവത്തെ ആരാധിക്കട്ടെ. കൽപ്പന അനുസരിക്കുന്നവനെല്ലാം ദൈവം പ്രസാദിക്കുന്നത്. ഹലോ, ദൈവപുത്രനായാലും കൊള്ളാം, മനുഷ്യപുത്രനായാലും കൊള്ളാം. ഇല്ല, ദൈവപുത്രനായാലും കൊള്ളാം, മനുഷ്യപുത്രനായാലും കൊള്ളാം, കൽപ്പന അനുസരിച്ചാലേ പ്രസാദിക്കൂ. പെന്തക്കോസ്ത് കുടുംബത്തിൽ ജനിച്ചതുകൊണ്ടായില്ല കേട്ടോ, ക്രിസ്ത്യൻ പാരമ്പര്യമുള്ളത് കൊണ്ടായില്ല, വർഷങ്ങൾ പഴക്കമുണ്ടായത് കൊണ്ടായില്ല. സഭ ആരംഭിച്ച അന്ന് മുതൽ ഞാൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കൽപ്പന അനുസരിച്ചാല് ദൈവിക പ്രസാദം നിന്റെ മേൽ വരൂ, നിന്റെ കുടുംബത്തിൽ വരൂ, നിന്റെ തലമുറയിൽ വരൂ. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഇവനിൽ ഞാൻ, ഒരു പുത്രനിൽ ഒരു പിതാവ് പ്രസാദിച്ചു. ഹലോ, തന്റെ മകനിൽ ഒരു പിതാവ് എന്താണ് നല്ലത് ചെയ്താൽ പിതാവ്. ഇവിടുത്തെ മാതാപിതാക്കളോട് ഒരു ഊതിയം പറയാം, നിങ്ങളുടെ മക്കളുടെ ഭാഗത്ത് നല്ലത് കണ്ടാൽ എന്ത് നല്ലത് ചെയ്താലും യാതൊരു മൈൻഡും ചെയ്യാത്ത പറഞ്ഞവരുണ്ട്. നിങ്ങളുടെ കാര്യമല്ല. ഹലോ, ചുമ്മാ ചിരിച്ചു കാണിച്ചാൽ പോരാ. മകന്റെ ഭാഗത്ത് നല്ലൊരു പ്രവൃത്തി കൊണ്ടാണ് കേട്ടോ, നന്നായിട്ടുണ്ടോ. മനുവിന്റെ ഭാഗത്ത് നല്ലൊരു പ്രവൃത്തി കണ്ടാൽ ഇന്നലകളിൽ എന്ത് ചെയ്തെന്നൊന്ന് ഓർത്തേക്കരുത്. ആ നല്ല പ്രവൃത്തി കണ്ടേച്ച് കൈ കൊടുത്തേച്ച് പറഞ്ഞു, മോനെ കൊള്ളണം, നന്നായിട്ടുണ്ടോ. ഇവിടെ വർഷിപ്പ് ചെയ്യുമ്പോൾ ഇവിടെ പല കുട്ടികൾ പറയും പാട്ട് കൊള്ളത്തില്ല, ആരാധന കൊള്ളത്തില്ല, വർഷിപ്പ് കൊള്ളുകയില്ല. പക്ഷെ കൊള്ളാമെങ്കിൽ അപ്പം കൈ കൊടുത്തേച്ച് പറയണം, മോനെ കൊള്ളടാ, ആരെന്നാ പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ടടാ. എന്തിനെന്നറിയോ, അടുത്ത ദിവസം നന്നായിട്ട് പാടണമെങ്കിൽ അത് പറയണം, അല്ലെങ്കിൽ ഉള്ള മൂടുകൂടെ പോകും. നിങ്ങൾ വിടുന്നില്ലല്ലോ. അത് നിങ്ങളുടെ മക്കളുടെ ഭാഗത്ത് നല്ല പ്രവൃത്തി നിങ്ങൾ കണ്ടാൽ അവരെ അഭിനന്ദിക്കണം. ഹലോ, അല്ലാതെ മക്കളുടെ ബലഹീനത മാത്രം കണ്ടുപിടിച്ചേച്ച് അവരെ ചൂഷണം ചെയ്യാൻ നിൽക്കരുത്. പിന്നെ കൈവിട്ട് പോയച്ച് ഭാഷ പ്രാർത്ഥിക്കണം, മടങ്ങി വരാൻ എന്ന് പറഞ്ഞ ഒരു കാര്യമില്ല. അവര് പോയി. ഹലോ ഹലോ, സ്തോത്രം. നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. ഞാൻ ഒരുപാട് മാതാപിതാക്കളെ തലമുറകളെ കൗൺസിലിംഗ് ചെയ്തതിന്റെ വെളിച്ചത്തിൽ ഞാൻ ഈ പറയുന്നത്. സ്തോത്രം. മിക്ക തലമുറകളും വഴിതെറ്റി പോകാനുള്ള മെയിൻ കാരണം അവരുടെ മാതാപിതാക്കളാണ്. നിങ്ങൾ കിട്ടുന്നില്ലല്ലോ, സ്തോത്രമൊന്നും വരുന്നില്ല. ആത്മാവിന്റെ വ്യവസ്ഥ ഇരിക്കുകയാണല്ലോ. ഭാഷയ്ക്ക് തന്നെ പറയാം, പിള്ളേരില്ലല്ലോ. ഹലോ ഹലോ, സ്തോത്രം. ഈ കാലഘട്ടത്തിൽ തലമുറകൾ വഴിതെറ്റുന്നുണ്ടെങ്കിൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം മാതാപിതാക്കൾക്കാണ്. നിങ്ങൾ സ്നേഹം ഉണ്ടെന്ന് വായിൽ പറഞ്ഞ പോരാ, നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് പുറത്ത് വരണം. അത് മക്കൾക്ക് തോന്നണം. നിങ്ങൾ അവരെ സ്നേഹിക്കുന്നുണ്ട്, നിങ്ങൾ അവർക്ക് വേണ്ട ബഹുമാനം, നിങ്ങൾ അവർക്ക് വേണ്ട കരുതൽ, നിങ്ങൾ അവർക്ക് വേണ്ട സംരക്ഷണം അത് നൽകണം. നൽകേണ്ട സമയത്ത് എന്ത് ചെയ്യണം? നിങ്ങൾ കൊടുക്കേണ്ട സ്നേഹവും കരുതലും സംരക്ഷണവും നിങ്ങൾ കൊടുക്കേണ്ട സമയത്ത് കൊടുത്തില്ലെങ്കിൽ അത് കൊടുക്കാൻ വേറെ ആൺപിള്ളേർ വരും. പിന്നെ കുത്തിയിരുന്ന് പ്രാർത്ഥിച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല. ആണോ? ഹലോ ഹലോ, നിങ്ങൾ സ്വന്തം പറയുന്നില്ല. കഴിഞ്ഞ ദിവസം പറഞ്ഞാൽ നിങ്ങൾ ഓർത്തെന്ന് അറിയുന്നില്ല. എന്റെ ഇവിടെ ഒരു വ്യാഴാഴ്ച ഏകദേശം 1 വർഷമായി അദ്ദേഹം പ്രസംഗിച്ചിട്ട്, പാസ്റ്റർ തോമസ്, അദ്ദേഹം IPC പാസ്റ്ററാണ്. മീഡിയയിലെല്ലാം വാർത്തയാണ്.
സ്തോത്രം. ഫോട്ടോ സഹിതം എന്റെ സുഹൃത്താണ്, ഇവിടെ വന്ന് പ്രസംഗിച്ചതാണ്. അദ്ദേഹത്തിന്റെ മകളാണ് കഴിഞ്ഞ 1 മാസം മുമ്പ് തൊട്ടടുത്തുള്ള ഒരു ഹൈന്ദവ ചെറുക്കനുമായിട്ട് ഒളിച്ചൂടി അമ്പലത്തിൽ പോയി താലി കെട്ടിയത്. ചർച്ചിൽ ആരാധന നടക്കുക, ഉപവാസ പ്രാർത്ഥന നടക്കുക, ഉപവാസ പ്രാർത്ഥനയുടെ തീഷ്ണത നിൽക്കുകയാണ്. ആ ഭാഷ സഭയെ ചാർജ് എടുത്തിട്ട് 33 പേരോളം വിശ്വാസത്തിലേക്ക് വന്നു. ഹലോ, ആ പെൺകൊച്ചിന്റെ കല്യാണം കാനഡയിലുള്ള ഒരു മകനുമായിട്ട്, ഒരു അഡ്വക്കേറ്റുമായിട്ട് കഴിഞ്ഞ 1 വർഷം മുമ്പ് നിശ്ചയം കഴിഞ്ഞു. ഈ വരുന്ന ജൂണിൽ 2 പേരുടെ കല്യാണം നടത്താനിരിക്കുക. എന്നെ കല്യാണത്തിന് ക്ഷണിച്ചിട്ടുണ്ട്. എവിടെ പോകാനായി? ആരെ കല്യാണത്തിന് പോകാൻ? ഹലോ, ആണോ? ആ ചെറുക്കനയോട് വിവാഹ നിശ്ചയം നടത്തി. എന്നാൽ കഴിഞ്ഞ ദിവസമാണ് തൊട്ട് ഫ്രണ്ടിൽ താമസിക്കുന്ന മകനുമായിട്ട് ആരാധന നടന്നുകൊണ്ടിരിക്കുമ്പോൾ പെൺചിറങ്ങിപ്പോയി. പഞ്ചായത്ത് മെമ്പറേയും നാട്ടുകാരെല്ലാം വിളിച്ചുകൂട്ടി അമ്പലത്തിൽ പോയി താലി കെട്ടിയപ്പോഴാണ് വാസറിയുന്നത്. ആരാധന ആശീർവാദം പറഞ്ഞപ്പോൾ ഇവിടെ വേറെ മംഗളകർമ്മം നടന്നു. ആ പെൺകൊച്ചിനോട് ചോദിച്ചപ്പോൾ പെൺകൊച്ച് പോലീസ് സ്റ്റേഷനിൽ വന്ന് പറഞ്ഞാൽ എന്റെ അപ്പനും അമ്മയും എനിക്ക് വേണ്ട സ്നേഹം നൽകിയിട്ടില്ല, അതുകൊണ്ട് ഞാൻ സ്നേഹിക്കാൻ ഇച്ചിരി സ്നേഹം കിട്ടിയപ്പോൾ ഞാനങ്ങ് പോയതാണ്. ഹലോ, ആ പെൺകൊച്ച് പോലീസ് സ്റ്റേഷനിൽ പോയി പറഞ്ഞ. പക്ഷേ ഞാനതിന്റെ ചരിത്രം എനിക്ക് നന്നായിട്ട് അറിയാം. കാരണം ഈ മോടെ പ്രായം മുതലേ ആ കൊച്ചിനെ എനിക്കറിയാം. സ്തോത്രം. അപ്പനൊരു ഈർക്കലി കൊണ്ട് പോലും എന്ത് ചെയ്തിട്ടില്ല, തല്ലിയിട്ടില്ല. വേണ്ടതെല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്, വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. അതും ഒരു അപകടമാണ്. ഹലോ, വചനത്തിനകത്തൊരു വാക്യമുണ്ട്, മകനെ വടി കൊണ്ടടിച്ചാൽ ചത്തുപോകത്തില്ല. വടി ഉപയോഗിക്കാത്തവൻ. ഹലോ, ചിലർ വലിയ പൊങ്ങച്ച പറയും, എന്റെ മക്കളെ ഈർക്കലി കൊണ്ട് പോലും നുള്ളി നോക്കാൻ സമയമായിട്ടുണ്ട്. ഒലക്ക എടുക്കാനുള്ള സമയമായിട്ടുണ്ട്. നിന്റെ മക്കളെ നീ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ശിക്ഷിച്ചും ശാസിച്ചും വളർത്തണം. എന്ന് വിചാരിച്ച് പരിധി വിട്ട് ശിക്ഷിച്ച് ഇടി വാങ്ങിച്ചിട്ട് എന്നെ പറയുന്നത് കേട്ടോ, ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. പരിധി വിട്ട് ശിക്ഷിക്കാൻ പോയിട്ട് ലാസ്റ്റ് അവരെ ഇടി വാങ്ങിച്ച് എന്റെ വാസു വന്നിട്ട് ഞാൻ തല്ലിയത് അവസാനം എന്നെ എടുത്തിട്ട് ഇടിച്ചെന്ന് പറയുന്നത്. പിന്നെ നോക്കി കണ്ടൊക്കെ നിന്നൊക്കെ കൊള്ളാം. ഹലോ, അപ്പോ ദൈവത്തിന് പ്രസാദമുള്ള വഴി, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, ഇവൻ എന്റെ പ്രിയപുത്രൻ. മാതാപിതാക്കൾ മക്കളെ കുറിച്ച് സാക്ഷ്യം പറയണം, ഇവൻ എന്റെ പ്രിയപുത്രി, ഇവൻ എന്റെ പ്രിയപുത്രൻ. അല്ലാതെ എന്റെ ദൈവമേ ഏത് നേരത്തുണ്ടായതാണാവോ, ഇത് ആർക്കുണ്ടായതാണാവോ എന്ന് പറയിപ്പിക്കരുത്. മക്കളോടും കൂടാ പറയുന്നത്. സ്വഭാവം കാണുമ്പോൾ തലയൊക്കെ വെച്ച് പ്രാകാനുള്ള അവസരം ഒന്നും ഒപ്പിച്ച് വെക്കരുത്. ശാപം വാങ്ങിച്ച് വെക്കാനുള്ള അവസരം ഒന്നും ഉണ്ടാക്കരുത് കേട്ടോ, വിടുന്നില്ല. ഹലോ, മാതാപിതാക്കളുടെ വായിൽ നിന്നുള്ള ശാപമെല്ലാം വാങ്ങിച്ചു വെക്കാനുള്ള കുരുത്തക്കേടൊന്നും ഉണ്ടാക്കി വെക്കരുത്. ഇത് മക്കൾക്കും കൂടെ ഉള്ള ദൂത. ഹലോ, ഹലോ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. മക്കൾ മാതാപിതാക്കൾക്ക് പ്രസാദമുള്ളത് ചെയ്യണം. മാതാപിതാക്കൾ ദൈവത്തിന് പ്രസാദമുള്ളത് ചെയ്യണം. ഒരു കാര്യം ഞാൻ വ്യക്തമായി പറയാം, മാതാപിതാക്കൾ നേരോടെ ജീവിച്ചാൽ, വിശ്വസ്തയോടെ ജീവിച്ചാൽ, നിന്റെ തലമുറ വഴിവിളച്ചു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. നീ പ്രാർത്ഥിക്കുന്ന ഒരു മാതാവാണെങ്കിൽ, നീ പ്രാർത്ഥിക്കുന്ന ഒരു പിതാവാണെങ്കിൽ, നിന്റെ തലമുറ കൈവിട്ടു പോകാൻ, പിശാച് തകർക്കാൻ ദൈവം അനുവദിക്കത്തില്ല. ദൈവത്തിന് പ്രസാദമുള്ള വഴിയിൽ നീ ജീവിച്ചാൽ നിന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടുമെന്നാണ്. പല തലമുറകളും അനുഗ്രഹിക്കപ്പെട്ടതിന്റെ കാരണം എന്നറിയാമോ? പല മാതാപിതാക്കൾ ദൈവസന്നിധിയിൽ കരഞ്ഞതുകൊണ്ട്, അവർ നിലവിളിച്ചതുകൊണ്ട്, അവർ ഇടിയിൽ നിന്നതുകൊണ്ട്, അവർ ഉപവസിച്ചതുകൊണ്ട്, അതുകൊണ്ട് ഇന്ന് പലർ വഴിതെറ്റി പോകേണ്ട തലമുറയെ മാനിവരാൻ പരിശുദ്ധാത്മാവ് ഉപദേശിക്കുന്നു. സ്തോത്രം, സ്തോത്രം.
മക്കള് നേരായ പാതയിൽ നോക്കി മാതാപിതാക്കൾ നേരെ പാതയിലായിരിക്കണം. അല്ലാതെ രണ്ട് ക്ലാസ് എടുത്ത പോലെ ആകരുത്. അറിയോ ഞണ്ടിന്റെ കഥ? രണ്ടു ദിവസം മക്കളോട് മക്കളെ മക്കളെ നിങ്ങൾ നേരെ നടക്കണം, നിങ്ങൾ എന്തുവായി കാണിക്കുന്നത്? രണ്ടു നടന്നുണ്ടോ? രണ്ടിനോട് മുമ്പോട്ട് നടക്കാൻ ക്ലാസ് എടുത്താലും രണ്ടിങ്ങനെ സൈഡിലോട്ടേ പോകും. ഒരു സമയം തോന്നില്ല മക്കളെ എന്താ നീ എനിക്കുള്ള ചിന്തപ്പനുണ്ടാക്കാതെ നിങ്ങൾ നേരെ നടക്കുക. അവർ പറഞ്ഞാൽ ശരി, എന്നാൽ പിന്നെ ഇന്ന് മുതൽ അന്ന് നേരെ നടക്കാൻ ഞങ്ങൾ അത് തീരുമാനിച്ചു. അവര് നേരെ നടക്കാൻ ആഞ്ഞത്, പക്ഷെ വലത്തോട്ടാ പോകുന്നത്. പിന്നെ പറഞ്ഞ അങ്ങനല്ല, നിങ്ങൾ നേരെ നടക്കാൻ. ആ ശരി, എന്നാ നേരെ നടക്കാം. അപ്പൊ ഇടത്തോട്ട് ഇവർക്ക് ഇടത്തോട്ടും വലത്തോട്ടുമുള്ള വഴി അല്ലാതെ നേരെയുള്ള വഴി. കുറെ പ്രാവശ്യമായപ്പോ പിള്ളേർ പറഞ്ഞു അതൊരു കാര്യം, അമ്മ ആദ്യം നടന്ന് കാണിക്കുക. അമ്മ ആദ്യം എന്ത് ചെയ്യ നടന്ന് കാണിക്ക. അത് ഞങ്ങൾ കണ്ടെന്ത് ചെയ്യാം. അമ്മ പറഞ്ഞു നോക്കിക്കോ, ഞാൻ ഇപ്പൊ കാണിച്ചു തരാൻ പറഞ്ഞു. ആ പിള്ളേർ ആകാംക്ഷ നിൽക്കുകയാണ്. അമ്മ മുമ്പോട്ടാഞ്ഞു, പക്ഷെ വലത്തോട്ടാ പോയത്. വീട് പറഞ്ഞു ശരി ഒന്നുകൂടെ, പിന്നെ ആഞ്ഞു, പിന്നെ ഇടത്തോട്ടാ പോയത്. ചുരുക്കി പറഞ്ഞ അമ്മയ്ക്ക് ഇതുവരെ നേരെ നടക്കാൻ. നിങ്ങളുടെ കാര്യമല്ലോ, നിങ്ങളൊക്കെ കുറിച്ചൊന്നും നോക്കണ്ട. ഞാൻ ഞണ്ടിന്റെ അമ്മയുടെ കാര്യം പറഞ്ഞതാ. ഹലോ ഹലോ, മാതാപിതാക്കള് നേരെ നടന്നാൽ നിന്റെ തലമുറ വഴിതിരിഞ്ഞ് പോകാൻ ദൈവം അനുവദിക്കത്തില്ലെന്ന്. മാതാപിതാക്കൾ ദൈവത്തിന് പ്രസാദമുള്ളത് ചെയ്താൽ നിന്റെ തലമുറ വഴിതിരിച്ച് പോകാൻ ദൈവം അനുവദിക്കത്തില്ല. അനേക തലമുറകൾ ഈ ലോകത്തിൽ നശിച്ചുകൊണ്ടിരിക്കുമ്പോ, അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോ നിന്റെ തലമുറ നിത്യരാജ്യത്തിന്റെ അവകാശികള് ഓഹരിക്കാരുമായി തീരണമെങ്കിൽ ഇന്ന് പകൽ നീ ദൈവത്തിന് പ്രസാദമുള്ളത് ചെയ്യണം. പുത്രനാകുന്ന ക്രിസ്തുവിനെ പിതാവായ ദൈവം ഭൂമിയിലേക്ക് വിട്ടത് എന്തിനെന്നറിയാമോ? പിതാവിന്റെ ഇഷ്ടം പുത്രനിൽ കൂടെ ഭൂമിയിൽ നിറവേറാനാണ്. മനസ്സിലായില്ല? പിതാവിന്റെ ഇഷ്ടം എന്താണോ അത് പുത്രനിൽ കൂടെ ഭൂമിയിൽ നിറവേറാനാ പുത്രനെ ഭൂമിയിലേക്ക് പിതാവായ ദൈവം അയച്ചത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽ പരിശുദ്ധാത്മാവിൽ ഞാൻ പറയാ, നിങ്ങൾ വിശ്വസ്തയോടെ നിന്നാൽ, നിങ്ങൾ പ്രസാദമുള്ളത് ചെയ്താൽ, നിങ്ങളുടെ തലമുറയും നിങ്ങൾക്ക് മാതൃകയായി നിങ്ങളെ പിൻപറ്റുവാനിടയാണ്. അവർ നിത്യരാജ്യത്തിന്റെ ഓഹരിക്കാരായി തീരുമെന്ന് ഇതുവരെ പരിശുദ്ധാത്മാവ് ഈ വചനത്തിലൂടെ വ്യക്തമാക്കുകയാണ്. പിതാവിന്റെ ഇഷ്ടം. പുത്രൻ പിതാവിന്റെ ഇഷ്ടം ചെയ്യാൻ തയ്യാറായി. പ്രസാദമുള്ളത് ഇപ്പൊ കൽപ്പന അനുസരിക്കുന്നതാണ് ദൈവത്തിന്റെ പ്രസാദം. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ കൽപ്പന അനുസരിക്കുന്നതല്ലാണ്. എല്ലാ ആഴ്ചയിലും ആരാധനയ്ക്ക് വരുന്നതല്ല ദൈവം പ്രസാദിക്കുന്നത്, കൽപ്പന അനുസരിക്കുന്നതില്ല. ഇന്ന് പകൽ ദൈവചനവിൽ പ്രസാദിക്കുന്ന ദിവസമാകട്ടെ. ഈ ദിവസങ്ങളിൽ ദൈവിക പ്രസാദ കുടുംബങ്ങളിൽ വെളിപ്പെടട്ടെ, ദൈവിക പ്രസാദ തലമുറകളിൽ വെളിപ്പെടട്ടെ, ആത്മീയ ഭൗതിക മണ്ഡലങ്ങളിൽ ദൈവത്തിന്റെ പ്രസാദം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഇഷ്ടമുള്ളത് ചെയ്താൽ കൽപ്പന പ്രമാണിച്ചാൽ അത് ദൈവത്തിന് പ്രസാദമാണ്. നമ്മുടെ മക്കൾ നമ്മളെ അനുസരിച്ചാൽ നമുക്ക് സന്തോഷമാണ്, അല്ലേ? നമ്മൾ പ്രസാദിക്കും, അല്ലേ? ആണോ? സ്തോത്രം. ഇനി വേറൊരു കാര്യം പറയാം. നമ്മുടെ മാതാപിതാക്കള് നമ്മൾ പ്രസാദിക്കുന്നുണ്ടെങ്കിൽ ഒരു മുട്ടായി കൊണ്ട് കൊടുത്താലും അവർക്ക് സന്തോഷമാണ്, അല്ലേ? അല്ലല്ലോ? അവൻ്റെ ഒരു മുട്ടായി കൊണ്ടുവന്നേക്കുക, ഈ തന്നെ തിന്നു.
രാവിലെ മുതൽ എന്റെ ബക്കറ്റ് കയറിയിട്ട് അവൻ ഉണ്ടായി കൊണ്ട് വന്നിട്ട് കേട്ടോ. ഹലോ, ദൈവത്തിന് പ്രസാദമുള്ളത് നീ ചെയ്ത, നീ ഒരു സ്വോത്രം പറഞ്ഞാലും ദൈവത്തിന് സന്തോഷമാണെന്നായി പറഞ്ഞു. ആ, നീ ഒരു ഹല്ലേലൂയ പറഞ്ഞാലും ദൈവത്തിന് അത് സന്തോഷമാണെന്നായി പറഞ്ഞു വരുന്നത്. അല്ലാതെ പ്രസാദമുള്ളത് ചെയ്യാതെ എത്ര സ്വോത്രം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അവന്റെ കൽപ്പന അനുസരിക്കാതെ എത്ര കൈയടിച്ചിട്ടോ അന്യഭാഷ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. കൽപ്പന അനുസരിച്ച വ്യക്തിയാണോ നീ, ഒരു സ്തോത്രം പറഞ്ഞാൽ ദൈവം അതിൽ പ്രസാദിക്കും. ആ സ്തോത്രത്തിന് വിലയുണ്ട് കേട്ടോ. അതുകൊണ്ട് 69-ാം സങ്കീർത്തനം 30-31 വാക്യങ്ങളിൽ പറയുന്നത്, ഞാൻ പാട്ടോടെ ദൈവത്തിന്റെ നാമത്തെ സ്തുതിക്കും, സ്തോത്രത്തോടെ അവനെ മഹത്വപ്പെടുത്തും. അത് യഹോവയ്ക്ക് കാളയേക്കാളും കൊമ്പും കുണവുമുള്ള ഒരു മൂരിയേക്കാളും പ്രസാദം. കൽപ്പന അനുസരിച്ച് നീ ഒരു സ്തോത്രം പറഞ്ഞാൽ ദൈവം അതിൽ പ്രസാദിക്കുന്നു. ആ, കൽപ്പന അനുസരിക്കുന്നവൻ സ്തോത്രം പറഞ്ഞാൽ, കൽപ്പന അനുസരിക്കുന്നവൻ കൈയടിച്ചാൽ, കൽപ്പന അനുസരിക്കുന്നവൻ ദൈവസഭയിൽ വന്നാൽ അത് ദൈവത്തിന് പ്രസാദമാണ്. നീ വരുന്നത് ആർക്കും പ്രസാദമല്ലേലോ, നീ വരുന്നത് ആർക്കും ഇഷ്ടമല്ലല്ലോ. നീ പ്രാർത്ഥിക്കുന്നതോ കൈയടിക്കുന്നതോ ആരാധിക്കുന്നതോ അന്യഭാഷ പറയുന്നതോ മനുഷ്യൻ ഇഷ്ടപ്പെടത്തില്ല. പക്ഷെ നീ കൽപ്പന അനുസരിക്കുന്ന വ്യക്തിയാണെങ്കിൽ അതിൽ പ്രസാദിക്കുന്നത് മനുഷ്യനല്ലോ, ദൈവമത്രേ. ഇന്ന് മഴക്കാലം ആരാധന സ്വീകരിക്കുന്നവർ, സ്തുതിസ്തോത്രയാഗങ്ങൾ സ്വീകരിക്കുന്നവർ ഇന്ന് മഴം നമ്മുടെ നടുവിലുണ്ട്. തിരിച്ചറിയുന്ന ദൈവത്തിനാ ഇന്ന് മഴങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. പ്രസാദിക്കും, ദൈവം പ്രസാദിക്കും. പാട്ടോടെ ദൈവത്തിന്റെ നാമത്തെ സ്തുതിച്ചാൽ, സ്തോത്രത്തോടെ അവനെ മഹത്വപ്പെടുത്തിയാൽ, യഹോവയ്ക്ക് കാളയേക്കാളും കൊമ്പ് കുളവുമുള്ള മൂരിയേക്കാളും. പഴയ നിയമ കാലഘട്ടം പരിശോധിച്ചാൽ പാപത്തിന് പരിഹാരം വരണമെങ്കിൽ, ദൈവം പ്രസാദിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? പാപം എങ്ങനെ പരിഹരിക്കപ്പെട്ടിരുന്നത്? അവരവരുടെ പാപത്തിന്റെ വലുപ്പ ചെറുപ്പം അനുസരിച്ച് യാഗവസ്തുവിനെ കൊണ്ടുവരണം. അതിലൂടെയാണ് എന്ത് ചെയ്തിരുന്നത്? ദൈവം പ്രസാദിച്ചിരുന്നത്. പക്ഷിമൃഗാദികളിലാണ് ദൈവം ചെയ്തിരുന്നത്, പ്രസാദിച്ചിരുന്നത്. പക്ഷെ പുതിയ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ സ്തോത്രമെന്ന യാഗത്തിൽ ദൈവം പ്രസാദിക്കുന്നത്. സ്തോത്രമെന്ന യാഗത്തിലാണ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന ഓരോ നിമിഷവും ദൈവത്തെ സ്തുതിച്ചോണമെന്ന്, ദൈവത്തെ ആരാധിക്കണമെന്ന്. ഇവിടെ വരുന്നത് ദൈവത്തെ സ്തുതിക്കാനാ, ഇവിടെ വരുന്നത് ദൈവത്തെ ആരാധിക്കാനാ, ഇവിടെ വരുന്നത് ദൈവത്തെ മഹത്വപ്പെടുത്താനാ. ഹല്ലേലൂയ. ആരേക്ക് വരുന്നതിനാ? പലരൊക്കെ ഇരിപ്പ് കണ്ട എന്തോ പോലെ അണ്ണാന്റെ പോലെ ആരേക്ക് വരുന്നത്? ഈ സിനിമാ തിയേറ്ററിൽ പോയി സിനിമ കണ്ടിട്ടുണ്ട്. എത്ര പേരുണ്ട്? ഇപ്പോഴും പോകുന്നുണ്ട്. ഇപ്പോഴത്തെ കാര്യം വിട്ടാലേ പണ്ട് പോയിട്ടുണ്ട്. അവിടെ സിനിമ കാണാൻ പോകുമ്പോ എങ്ങനെ ഇരിക്കുന്നത്? എങ്ങനായിരിക്കും? എത്ര മണിക്കൂറുണ്ട്? ഒരു 2-2.5 മണിക്കൂർ കാണുന്നില്ലേ ഒരു സിനിമ? ആണോ? കാണുമോ? നിങ്ങൾ വിടുന്നില്ല. അതിനകത്തിരിക്കുന്ന എങ്ങനെ കയ്യൊക്കെ കെട്ടി അവിടെ ഇടി നടക്കുമ്പോഴും തമാശ പറയുമ്പോഴും ഇങ്ങനെയാണോ ഇരിക്കുന്നത്? തമാശ പറയുമ്പോ തമാശ എന്ന് പറയാം. കാശ് കൊടുത്തേച്ച് അതിനകത്ത് ഇരിക്കുന്ന അങ്ങനെയാണോ? തമാശ പറയുമ്പോ ചിരിക്കും അല്ലേ? അല്ലാതെ മസിൽ പിടിച്ചിരിക്കത്തില്ല. ആയുസ് കൂടണമെങ്കിലേ ചിരിക്കണം. അല്ലാതെ മസിൽ പിടിച്ചോണ്ടിരുന്ന ഉള്ള ആയുസ് പെട്ടെന്ന് പോകും. ഹലോ, ആലയത്തിൽ വരുമ്പോഴേ ചിരിക്കാനുള്ള അവസരം ഉണ്ടെങ്കിൽ ചിരിച്ചോളാം, ആരാധിക്കാനുള്ള അവസരം ഉണ്ടെങ്കിൽ ആരാധിച്ചോളാം, കൈയടിക്കാൻ അവസരം കിട്ടിയ കൈയടിച്ചോളാം, സ്വോത്രം പറയാൻ അവസരം കിട്ടിയ സ്വോത്രം പറഞ്ഞോളാം, അന്യഭാഷ ഉണ്ടെങ്കിൽ അന്യഭാഷയിൽ ദൈവത്തെ ആരാധിച്ചോളാം. ഇത് സ്വീകരിക്കുന്നത് അടുത്തിരിക്കുന്ന വ്യക്തിയല്ല, ഇത് സ്വീകരിക്കുന്നത് മനുഷ്യനല്ല, ഇത് സ്വീകരിക്കുന്നത് ദൈവമാണ്. അവന് പ്രസാദമുള്ളത് ചെയ്താൽ അവൻ നിന്നെ
കൈനും ഹാബേലും കൂടെ വഴിപാട് കഴിക്കാൻ പോയി. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ഹാബേലിന്റെ യാഗത്തിൽ അവന്റെ വഴിപാടിൽ ദൈവം പ്രസാദിച്ചു. ഹാബേലിലും അവന്റെ വഴിപാടിലും ദൈവം പ്രസാദിച്ചു. കൈനിലും അവന്റെ വഴിപാടിലും ദൈവം പ്രസാദിച്ചില്ല. എന്താ കാര്യം അറിയാവോ? ഹാബേൽ ദൈവത്തിന് പ്രസാദമുള്ളത് അർപ്പിച്ചു. എന്തർപ്പിച്ചു? ഉള്ളത് നല്ലത് കൊടുത്തു. ഇളവിടമില്ല. കൊടുക്കുന്നെങ്കിൽ നല്ലത്. ഹലോ, 10 രൂപ. ഇനി വളരെ വ്യക്തമായിട്ട് ഒരു ദൂത് ഞാൻ പറയാം, വളരെ ശ്രദ്ധിച്ചു കേട്ടോ. 10 രൂപ നിങ്ങൾ സ്വത്രാഴ്ച ഇടാൻ കൊണ്ടിരുന്നുണ്ടെങ്കിൽ അത് നല്ല നോട്ട് കൊടുത്ത് ശീലിച്ചോണം. ഇവിടെ പലപ്പോഴും ഞാൻ നോട്ട് എണ്ണുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഇവിടെ വലിയ വെള്ളാൻ വേണ്ടി വലിയ വരുമാനമൊന്നുമില്ല. പക്ഷെ മിക്കതും ഒട്ടിച്ചതും മുഷിഞ്ഞതും കീറിയതും, ഇനി അത് കീറാനുള്ള വകുപ്പ് ഇനി ഇല്ല. ഒരു ദൂത് ഞാൻ പറയാം, നീ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ നല്ലത് കൊടുത്ത് ശീലിച്ചോണം. കയ്യിലില്ലേ കൊടുക്കണ്ട. ഹലോ, അത് ദൈവം അറിയുന്നുണ്ടാകും. പക്ഷെ കൊടുക്കുന്നെങ്കിൽ 10 രൂപ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് നല്ല നോട്ട് കൊടുത്ത് ശീലിച്ചോണം. കടയിൽ പോയിട്ട് ബാക്കി വരുമ്പോൾ നിങ്ങൾ ആദ്യം നോക്കുക നോട്ടയിലോട്ട്, ഇല്ലേ? നോക്കുവച്ചാ എന്താ നോക്കുന്നത്? കിഴുത്തയുണ്ടോ, മുഷിഞ്ഞിട്ടുണ്ടോ, ഇച്ചിരി കളർ മങ്ങിയിട്ടുണ്ടെങ്കിൽ ആ കടക്കാരുടെ മുഖത്ത് ഇതിന്റെ മുഖത്തോട്ട് ഒന്ന് നോക്കും. അപ്പൊ അയാൾ ചോദിക്കും എന്താ മാറണോ? ഇതാകുമ്പോ കൈയിടുമ്പോൾ ആരും കാണുന്നില്ലല്ലോ, ചുരുട്ടിപ്പിടിച്ചാന്നൊക്കെ ഇട്ടിട്ട് ഞാനും അറിയുന്നില്ല ഇത് ആരാ ഇട്ടെന്നുള്ളത്. പക്ഷെ മേളിൽ ഒരാളുണ്ട് കാണുന്നേ. നീ കൊടുക്കുന്നത് പോലെ തന്നെ ആയിരിക്കും നിനക്ക് തിരിച്ചു കിട്ടുന്നത്. നീ കൊടുക്കുന്നത് പോലെ തിരിച്ചു കിട്ടും. സ്തോത്രം. ദൈവം തന്ന നന്മയിൽ നിന്ന് ഓഹരി കൊടുത്തോണം. ഒരു ജോലി ദൈവം തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ദശാംശം കൃത്യമായിട്ട് ആലയത്തിൽ കൊണ്ടുവന്നോണം. ദൈവദാസന് കൊടുക്കേണ്ടത് ദൈവദാസന് കൊടുത്തോണം, സഭയിൽ കൊടുക്കേണ്ടത് സഭയിൽ കൊടുത്തോണം. ജോലി തന്ന ദൈവത്തിന് തിരിച്ചെടുക്കാനും വലിയ സമയമൊന്നും വേണ്ട. നമ്മുടെ സ്വന്തം എല്ലാം പോയി. കയ്യടി ആരാധന ബഹളം ഒക്കെ തീർന്നു. ഹലോ ഹലോ, നിന്റെ ഇല്ലായ്മ ദൈവം അറിയുന്നുണ്ട്, ഇല്ലെങ്കിൽ അത് ദൈവം അറിയുന്നുണ്ട്. തരാനുള്ളത് ദൈവം തരും, സമയത്ത് തരും. ഒന്നിനും മുടക്കം ദൈവം വരുത്തുകയില്ല. സ്തോത്രം. ഇന്ന് പകൽ ആത്മാവിന്റെ ഒരു ദൂതിനെ പറയാ, ദൈവത്തിന് പ്രസാദമുള്ളത് നീ ചെയ്താൽ. ഒരു സ്തോത്രം പറയുവാണെങ്കിൽ നന്നായിട്ട് സ്തോത്രം പറയാം, അല്ലാതെ സ്തോത്രം കയ്യൊരുത്ത് സ്തോത്രം പറഞ്ഞാട്ടെ എന്ന് പറയുമ്പോ സ്തോത്രം ഒന്ന് കൈ അടിച്ചാട്ടെ. പണ്ടത്തെ ഓർമ്മയാണ് ചുണ്ണാമ്പ് തേക്കുന്ന. നമുക്ക് ഈ ആത്മീയ കാര്യങ്ങളിൽ മാത്രമേ ഉള്ളൂ ഉത്സാഹമില്ലാത്ത. ബാക്കി ഭൗതിക കാര്യങ്ങളിലെല്ലാം ഭയങ്കര ഉത്സാഹമാണ്. എന്താ കാര്യം അറിയാമോ? നിന്റെ ജനം ചത്തിട്ടില്ല. ജനം ചത്തിട്ടില്ലെങ്കിൽ, ഹലോ, ജനത്തിന്റെ പ്രവൃത്തികളിലുള്ള താല്പര്യം ആത്മസാന്നിധ്യത്തിന്റെ അകത്തുണ്ടെങ്കിൽ ആത്മാവിന് പ്രസാദമുള്ളത്, ആത്മാവിന് പ്രസാദമുള്ളത്. എന്തിനാണെന്നറിയാമോ? നിന്റെ വഴിയിൽ നിനക്ക് വേണ്ടുന്നതൊക്കെ നൽകാൻ. ദൈവത്തിന് പ്രസാദമുള്ളത് ചെയ്താൽ നിനക്ക് വേണ്ടുന്നത് വഴിയാത്രയിൽ ഒരുക്കി തരാൻ. അബ്രഹാം അധികാരത്തെ എഴുന്നേറ്റ് ഹാഗറിന്റെ കയ്യിൽ ഒരു തുരുത്തി വെള്ളം അല്പം അടയും കൊടുത്തു വിട്ടു. മരുഭൂമിയിലേക്കാണ് പോയത്, ഉഴന്ന് നടക്കുക. പക്ഷേ അല്പസമയം കഴിഞ്ഞപ്പോ, മണിക്കൂറുകൾ കഴിഞ്ഞപ്പോ അബ്രഹാം കൊടുത്തുവിട്ട കരുതൽ അല്പം കൊണ്ട് അവസാനിച്ചു. അബ്രഹാം കൊടുത്തുവിട്ട കരുതലുകൾ എന്ന് പറഞ്ഞാൽ മാനുഷിക കരുതലുകൾ അല്പ മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ അസ്തമിച്ചു. പക്ഷേ ദൈവത്തിന്റെ വാഗ്ദത്തം തലമുറകളെ കടന്നു വരുന്നുണ്ട്. ദൈവത്തിന്റെ വാഗ്ദത്തം തലമുറകളെ കടന്നു വരുന്നുണ്ട്. മാനുഷിക കരുതൽ
ഇന്ന് പകൽ ഇതിനകത്തിരിക്കുന്നവരോട് ചിലർ ആത്മാവിനെ പ്രവചിച്ചു പറയുക. മനുഷ്യന്റെ കരുതലുകൾ അസ്തമിച്ചതിന് നടുവിലാണ് നിൽക്കുന്നത്. വിശ്വസിച്ചോ, ഉയരത്തിലേക്ക് നോക്കിക്കോ. ദൈവത്തിന്റെ കരുതൽ നിനക്ക് വേണ്ടി വെളിപ്പെടാൻ സമയമായിക്കൊണ്ട്. നിന്റെ തലമുറയ്ക്ക് വേണ്ടി വെളിപ്പെടാൻ സമയമായി. അവരുടെ ഭാവിക്ക് വേണ്ടി ദൈവത്തിന്റെ കരുതൽ അത് വെളിപ്പെടാൻ സമയമായി. യെസ്, ഈ മാസം അവസാനിക്കുന്നതിന് മുൻപ് സഹോദര, ഓ തലമുറയെ, മാതാവേ, പിതാവേ, നിനക്ക് വേണ്ടി ദൈവത്തിന്റെ കരുതൽ, ദൈവത്തിന്റെ ഇടപെടൽ. ദൈവത്തിൽ പ്രസാദിച്ചാൽ നിന്റെ യാത്ര അവന്റെ കരങ്ങളിലായി. ദൈവത്തിൽ പ്രസാദിച്ചാൽ നീ അവന്റെ കരങ്ങളിൽ സുരക്ഷിതമായിരിക്കും. ദൈവത്തിന്റെ പ്രസാദിച്ചാൽ അവന്റെ ഇഷ്ടത്തിനനുസരിച്ചായിരിക്കും നീ മുൻപോട്ട് സ്റ്റെപ്പ് വെക്കുന്നത്. ആ വഴിയാത്രയിൽ ഒടുക്കിക്കളയാൻ, തകർത്തുകളയാൻ ശത്രുവായ പിശാച് നിനക്ക് മുമ്പിൽ എഴുന്നേറ്റ് വരും. പക്ഷെ ഒടുങ്ങിപ്പോകാൻ, തകർന്നു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. ആത്മനിയന്ത്രണത്തിലുള്ളവരെ തകർക്കാൻ ഒരു പൈശാചിക മണ്ഡലത്തിന് കഴിയത്തില്ല. ആത്മാവിനാൽ അവൻ ജയം പ്രാപിക്കും. ജയം പ്രാപിച്ച് പുറത്തു വരുന്ന പകലായിട്ട് കേട്ടോ. വെല്ലുവിളിക്കുന്ന പൈശാചിക മണ്ഡലങ്ങള്, ഭീഷണിപ്പെടുത്തുന്ന പൈശാചിക മണ്ഡലങ്ങള്, തകർത്തുകളെയും മുടിച്ചു കളയുന്നത് വെല്ലുവിളിക്കുന്ന പൈശാചിക മണ്ഡലങ്ങള് ധാരണം ചെയ്ത് എഴുന്നേറ്റ് വരുന്നുണ്ട്. ആ ജയം പ്രാപിച്ച് എഴുന്നേറ്റ് വരുന്നുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പ്രസാദമുള്ളത് ചെയ്താൽ നീ ദൈവത്തെ പ്രസാദിപ്പിച്ചാൽ ദൈവം നിന്നിൽ പ്രസാദിക്കും. മക്കൾ മാതാപിതാക്കളെ പ്രസാദിപ്പിച്ചാൽ മാതാപിതാക്കൾ മക്കളിൽ പ്രസാദിക്കുന്നത് പോലെ നാം അവന്റെ രക്തത്താൽ വീണ്ടും തന്നെ പ്രാപിച്ചവരാണ്. നമ്മുടെ പിതാവ് ഉയരത്തിലുണ്ട്. നാം അവന്റെ മക്കളാണ്. ഹലോ, നാം അവന്റെ പ്രിയ മക്കളാണ്. അവനെ പ്രസാദിപ്പിച്ചാൽ, അവൻ നമ്മിൽ പ്രസാദിച്ചാൽ നീ ചിന്തിക്കുന്ന ലെവലല്ല, അതിനേക്കാളും അപ്പുറമായ നിലയിൽ നിന്നെ നടത്താൻ, നിന്നെ പരിപാലിപ്പാൻ, നിനക്ക് വേണ്ടി വഴി നടക്കാൻ. ഹല്ലേലൂയ. അപ്പൊ മനുഷ്യന്റെ വഴി ദൈവത്തിന് പ്രസാദം തോന്നിയാൽ മനുഷ്യന്റെ വഴി പ്രസാദമുള്ള വഴി നടന്നാൽ ദൈവം പ്രസാദിച്ചവൻ അവന്റെ വഴിയാത്രയിൽ ശത്രുവായ പിശാച് എന്ത് കെണിയൊരുക്കിയാലും ദൈവം അവനെ സംരക്ഷിക്കും. പുറപ്പാട് പുസ്തകം 18-ാം അധ്യായം 8-ാം വാക്യത്തിൽ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എങ്ങനെയാണ്? മോശ തന്റെ അമ്മായപ്പനോട് യഹോവ ഇസ്രായേലിന് വേണ്ടി ഫറവോനോടും മിസ്രയീമിനോടും ചെയ്തതൊക്കെയും വഴിയിൽ തങ്ങൾക്ക് നേരിട്ട പ്രയാസമൊക്കെയും യഹോവ തങ്ങളെ രക്ഷിച്ച പ്രകാരവും വിവരിച്ചു പറഞ്ഞു. ദൂത് മാത്രം പറയാ, വഴിയിൽ തങ്ങൾക്ക് നേരിട്ട സകല പ്രയാസത്തിൽ നിന്നും യഹോവ അവനെ രക്ഷിച്ചു. ഹലോ, ദൈവത്തിന് പ്രസാദമുള്ള വഴിയിൽ നടക്കുന്ന ദൈവമേ, നിനക്ക് വഴിയിൽ നേരിടുന്ന സകല പ്രയാസങ്ങളിൽ നിന്നും ദൈവം നിന്നെ വിടുവിക്കും. വഴിയിൽ നേരിടുന്ന സകല പ്രയാസങ്ങളിൽ നിന്നും. ഒരു കാര്യം ഓർത്തോണം. ഹലോ, ഒരു കാര്യം ശ്രദ്ധിച്ചോണം. നീ ദൈവത്തിന് പ്രസാദമുള്ള വഴിയിലാണെങ്കിൽ നിന്റെ വഴിയിൽ തടസ്സങ്ങൾ ഉണ്ടാകും, നിന്റെ വഴിയിൽ പ്രതിസന്ധികൾ ഉണ്ടാകും, നിന്റെ വഴിയിൽ ശത്രു ഒരുക്കും, ശത്രു കെണികൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. ശത്രു നിന്നെ വെല്ലുവിളിക്കും, ശത്രു നിന്നെ പരിഹസിക്കും, ശത്രു നിന്നെ ചോദ്യം ചെയ്യും, ശത്രു നിന്നെ അപമാനിക്കും, ശത്രു നിന്നെ ഭീഷണിപ്പെടുത്തും. നിന്റെ വിശ്വാസത്തിൽ നിന്നും നിന്നെ പിന്തിരിപ്പിക്കാൻ ശത്രു പല കെണിയും പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ പ്രസാദമുള്ള വഴിയിൽ നടക്കുന്നവന് ശത്രുവിന്റെ ഇഷ്ടത്തിൽ ഏൽപ്പിക്കാതെ, ശത്രുവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കാതെ സംരക്ഷിക്കാം. ഹല്ലേലൂയ. ദൈവത്തിന്റെ കരുതൽ, ദൈവത്തിന്റെ ഇടപെടൽ. ഈ പിശാചിനെ ഒരു പ്രത്യേകത അറിയോ? പിശാചിന്റെ ഒരു പ്രത്യേകത അറിയോ? വഴിയിൽ വെച്ച് തകർക്കാൻ പിശാച്. ഹലോ, ഒരുവന്റെ മേൽ ദൈവത്തിന്റെ പദ്ധതി ഉണ്ടെങ്കിൽ അവനെ വഴിയിൽ തൊടുക്കാൻ പിശാച് എന്ത് ചെയ്യും? വഴിയിലിട്ട് തകർക്കാൻ.
2 ദിവസം മുമ്പ് നമ്മുടെ അനിപ്പാസ്റ്റർ യാത്ര ചെയ്യുന്ന വേളയിൽ ആന്റിയുള്ള റോഡത്ത് പോയിട്ട് വരുന്ന സമയത്ത് സിഗ്നലിൽ വണ്ടി നിർത്തി KSRTC കാരൻ കണ്ടില്ല, കാല് കൊടുത്ത് വന്നു, പുറകെ വന്ന് കയറി. ഹലോ, ഇന്നോവ MG ഹെക്ടർ ബാക്ക് തകർന്ന് തരിപ്പണമായി. ഫ്രണ്ടിൽ നിന്ന് വണ്ടി ഒതുങ്ങി. ആന്റിയും പാസ്റ്ററും അതിനകത്തുണ്ടായിരുന്നു. ആന്റിക്ക് ശാരീരികമായ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്, പക്ഷേ അത്ഭുതകരമായ വിടുതൽ ദൈവം നൽകി. വണ്ടി തകർന്ന തരിപ്പണമായി. സിഗ്നലിൽ കൊണ്ട് നിർത്തിയതാണ്, പക്ഷെ KSRTC കാരൻ കണ്ടില്ല. കാലോട് തുള്ളിക്ക് വന്നു. അടുത്ത് വന്നപ്പോഴാകട്ടെ വന്നങ്ങ് കയറി. പക്ഷേ വഴിയിൽ വെച്ച് തകർക്കാൻ പിശാച് കെണിയൊരുക്കും. സംരക്ഷിപ്പാൻ ദൈവം മതിയായവനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ വഴിയാത്രയിൽ എനിക്ക് എത്ര അപകടം ഉണ്ടായിട്ടെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. എന്റെ വഴിയാത്രയിൽ എനിക്ക് എത്ര അപകടം ഉണ്ടായിട്ടെന്നൊന്നും എനിക്ക് തന്നെ ഓർമ്മയില്ല. പക്ഷെ അത്ഭുതകരമായി ദൈവം എന്നെ പരിപാലിച്ചു. അത്ഭുതകരമായി ദൈവം എന്നെ വിടുവിച്ചു. മരണത്തെ ഞാൻ മുഖാമുഖമായി കണ്ടയാളാണ്. മരണത്തെ ഞാൻ മുഖാമുഖമായി, എങ്ങനെയാണ് ഒരു മനുഷ്യന്റെ ജീവൻ പോകുന്നത് എന്ന് അത് വ്യക്തമായിട്ട് തിരിച്ചറിഞ്ഞവനല്ല. സ്തോത്രം. എന്നാൽ അത്ഭുതകരമായ വിടുതൽ ദൈവം നൽകി. അത്ഭുതകരമായ വിടുതൽ, ദൈവത്തിന്റെ കരുതൽ. ഹലോ, സ്തോത്രം. ദൈവത്തിന്റെ പദ്ധതി നിന്റെ മേലുണ്ടെങ്കിൽ വഴിയിൽ വെച്ച് തകർക്കാൻ പിശാചിന്റെ യുദ്ധത്തിന് നിന്നെ ഏൽപ്പിച്ചു കൊടുക്കാൻ ദൈവം അനുവദിക്കത്തില്ല. ദൈവം നിന്നെ സംരക്ഷിക്കുന്ന ദൈവമാണ്. ദൈവം നിന്നെ പരിപാലിക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് പുറപ്പാട് പുസ്തകം 23:20 പറയുന്നത്, ഇതാ വഴിയിൽ നിന്നെ കാക്കേണ്ടതിനും ഞാൻ നിയമിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് നിന്നെ കൊണ്ടുപോകേണ്ടതിനും ഞാൻ ഒരു ദൂതനെ നിന്റെ മുൻപിൽ അയക്കുന്നു. കണ്ടോ, വഴിയിൽ നിന്നെ കാക്കേണ്ടതിന് ഞാൻ നിനക്ക് മുമ്പിൽ. ഹലോ, വഴിയിൽ നിന്നെ കാക്കേണ്ടതിന് ഞാൻ നിനക്ക് മുമ്പിൽ ഒരു ദൂതനെ. ഹല്ലേലൂയ. ഞാൻ നിനക്ക് മുമ്പായി ഒരു ദൂതനെ. കണ്ടോ, സകല ദുർഗണങ്ങളും നിരപ്പാക്കാൻ, സകല ദുർഗണങ്ങളും നിരപ്പാക്കാൻ, ശത്രു ഒരുക്കി വച്ചിരിക്കുന്ന കുഴികളും കെണികളും ഇല്ലാതാക്കാൻ, അതിനെ ഇല്ലാതാക്കാൻ, അതിനെ നിർമൂലമാക്കാൻ ദൈവത്തിന് പ്രസാദമുള്ളത് ചെയ്യുന്ന ദൈവമേ, നിനക്ക് മുമ്പിൽ നടക്കാൻ ദൈവം ഒരു ദൂതനെ നിയമിച്ചിട്ടുണ്ട്. നിനക്ക് മുമ്പിൽ നടക്കാൻ ദൈവം ഒരു ദൂതനെ നിയമിച്ചിട്ടുണ്ട്. ഇന്ന് പരിശുദ്ധാത്മാവിനെ കാണുന്നു. ഈ ദിവസങ്ങളിൽ ദൈവം ചില കുടുംബത്തിന് മുൻപിൽ നടക്കുക, ചില തലമുറയ്ക്ക് മുമ്പിൽ നടക്കുക. തന്റെ ദൂതനെ നിയമിച്ചിട്ടുണ്ട്. ചില പ്രതിസന്ധികൾ തരണം ചെയ്യാം, ചില കർത്തവ്യങ്ങൾ തരണം ചെയ്യാം, ചില വേദനകൾ തരണം ചെയ്യാം, ചില പൈശാചിക മണ്ഡലങ്ങളെ അതിജീവിക്കാം. ദൈവം തന്റെ ദൂതനെ ചില കുടുംബങ്ങൾക്ക് വേണ്ടി, ചില തലമുറകൾക്ക് വേണ്ടി ദൈവം നിയമിച്ചിട്ടുണ്ട്. ഹലോ, ഈ ബോധ്യം ആർക്കുണ്ടാകണം? നമുക്ക് മുമ്പിൽ ഒരു ദൂതനെ ദൈവം ആക്കിയിട്ടുണ്ടെന്നുള്ള ബോധ്യം ആർക്കുണ്ടാകണം? എവിടെ? ഈ ബോധ്യം മറ്റേ പുള്ളിക്കുണ്ട്. ആർക്കാ? പിശാചിന്, അല്ലേ? ആണോ? നമുക്കില്ലേ? പുള്ളിക്ക് നല്ല ബോധ്യം. അതുകൊണ്ടാണ് യേശുവിനോടാണ് ഡയലോഗ് പറഞ്ഞത്, നീ വീഴാതെ വണ്ണം, നിന്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതെ വണ്ണം. ആ ബോധ്യം ആർക്കുണ്ട്? നമുക്കില്ലാത്ത പല ബോധ്യം പിശാചിനുണ്ടെന്നുള്ളത്. നമുക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല ദൈവം ആരാണെന്ന്. നമുക്ക് വേണ്ടി ദൈവം എന്ത് ചെയ്യുന്നുള്ളത് നമുക്ക് ഇതുവരെ പിടികിട്ടിട്ടില്ല. പക്ഷെ കൂടെ നടക്കുന്ന മറ്റേ പുള്ളിക്കറിയാം. ഹലോ, നമ്മൾ തിരിച്ചറിയണം നമ്മുടെ കൂടെ നടക്കുന്നവന്റെ പ്രത്യേകത. ഹല്ലേലൂയ. പഴയ ചരിത്രങ്ങൾ പരിശോധിക്കുമ്പോൾ തന്റെ ഭക്തന്മാർക്ക് വേണ്ടി വ്യത്യസ്ത ഇടങ്ങളിൽ, സാഹചര്യങ്ങളിൽ തന്റെ ദൂതനെ ദൈവം അയച്ചിട്ടുണ്ട്.
ഹാഗറിന്റെ മകൻ വെള്ളത്തിന് വേണ്ടി ദാഹിച്ചു പടയുമ്പോ മരുഭൂമിയിൽ ദൈവം ദൂതനെ ഇറക്കി. നിന്റെ തലമുറയുടെ ആവശ്യം എന്താണോ തിരിച്ചറിഞ്ഞ് ദൂതനെ ഇറക്കാൻ. ഇന്ന് പകൽ ആത്മാവ് ആരോടൊക്കെയോ പറയുന്നു, ദൈവത്തിന്റെ കുടുംബങ്ങളിൽ തലമുറയ്ക്ക് വേണ്ടി, തലമുറ അഭിവൃദ്ധി പ്രാപിക്കുക, തലമുറ നന്മ പ്രാപിക്കുക, ദൈവത്തിന്റെ ദൂതനെ ഇറക്കുമെന്ന്. ചൈതന്യം പ്രാപിക്കാൻ, ചൈതന്യം നഷ്ടപ്പെട്ട തലമുറകൾ തിരിപ്പുണ്ട്. ചൈതന്യ പ്രതീക്ഷ നഷ്ടപ്പെട്ട ചില തലമുറകൾ തിരിപ്പുണ്ട്. ഇന്ന് പകൽ ആത്മാവിനെ പ്രകടിച്ചു തുടങ്ങിയ ദൈവത്തിന്റെ ദൂതനെ ഇന്ന് പകൽ നിനക്ക് വേണ്ടി ഇറക്കുമെന്ന്. നിന്റെ ആവശ്യം എന്താണോ അത് നിവർത്തിക്കാൻ, അത് കാണിച്ചു തരാൻ, അത് കുതിപ്പിക്കാൻ നിനക്ക് ചൈതന്യം വരുത്താൻ ദൈവത്തിന്റെ ദൂതനെ ഇറക്കിയിട്ടുണ്ട്. ഹലോ, ദൂതൻ നിനക്ക് വേണ്ടി വെളിപ്പെട്ട, മറയപ്പെട്ട് കിടക്കുന്ന ചിലതൊക്കെ വെളിപ്പെട്ട് വരും. ദൂതന്റെ സാന്നിധ്യം നീ തിരിച്ചറിഞ്ഞ മറഞ്ഞു കിടക്കുന്ന ചില നീരുകളോ പുറത്തു വരും. അടഞ്ഞു കിടക്കുന്ന ചില നന്മകൾ പുറത്തു വരും. അടഞ്ഞു കിടക്കുന്ന ചില വഴികൾ തുറന്നു വരും. വെളിപ്പെടാതെ മറഞ്ഞു കിടക്കുന്ന ചില നീരുകൾ ഇന്ന് പലകാലം തുറന്നു വരുമെന്ന് ചില തലമുറയ്ക്ക് വേണ്ടി ചില നീരുകൾ ഇന്ന് തുറന്നു വരുന്ന പല മറഞ്ഞു കിടക്കുന്ന നീരുകൾ ഇന്ന് പുറത്തു വരുന്ന പലതാണെന്ന്. അനാഗ്രഹത്തിൽ കിടന്ന പത്രോസിന്റെ മുമ്പിൽ ദൂതൻ വെളിപ്പെട്ടു. പത്രോസ് നല്ല ഉറക്കത്തില. നീ ദൈവത്തിന് പ്രസാദമുള്ള വഴിയിലാണെങ്കിൽ നീ ഉറങ്ങിക്കിടന്നാലും കൊള്ളാം, നീ ഉണർന്നിരുന്നാലും കൊള്ളാം, ദൈവം നിനക്ക് വേണ്ടി തന്നെ ദൂതനെ അയക്കും. അതോ പ്രസാദമുള്ള വഴിയിലാണെങ്കിൽ നീ ഉറക്കത്തിലായാലും കൊള്ളാം, ഉണർന്നിരുന്നാലും കൊള്ളാം, ദൂതന്റെ സാന്നിധ്യം നീ അനുഭവിച്ചറിയാം. ദൂതന്റെ സാന്നിധ്യം കണ്ടോ? ദൂതന്റെ സാന്നിധ്യം പത്രോസിന് വേണ്ടി വെളിപ്പെട്ടു. ഒന്നാം കാവലും കടന്നു, രണ്ടാം കാവലും കടന്നു. ഹലോ, മുൻപിലുള്ള വാതിലുകളൊക്കെ സ്വയം തുറന്നു. മുൻപിലുള്ള വാതിലുകളൊക്കെ സ്വയം തുറക്കപ്പെട്ടു. ദൂതന്റെ സാന്നിധ്യം വെളിപ്പെട്ടപ്പോ എല്ലാ വാതിലും സ്വയം തുറന്നു. നിന്റെ മുമ്പിൽ അടഞ്ഞു കിടക്കുന്ന വാതിലൊന്നും നീ ചവിട്ടിപ്പൊളിക്കണ്ട, കുത്തി തുറക്കണ്ട. ഇന്ന് പല ദൈവത്തിന്റെ വഴിയിലാണ് നീയെങ്കിൽ, അവന്റെ പ്രസാദമുള്ള വഴിയിലാണ് നീയെങ്കിൽ, എത്ര കട്ടിയുള്ള വാതിലാണെങ്കിൽ, എത്ര ഇരുമേടാങ്കലികളാണെങ്കിൽ, എത്ര വലിയ ബന്ധനങ്ങളാണെങ്കിൽ, നിനക്ക് മുമ്പിൽ ദൂതൻ വെളിപ്പെട്ടാൽ അതെല്ലാം സ്വയം തുറന്നു വരും. സ്വയം തുറന്നു വരും. സ്വയം തുറന്നു വരും. സ്വപ്നം കാണുന്ന പോലെയായി. സ്വപ്നം കാണുന്നത് പോലെ താൻ സ്വപ്നം കാണാന്ന് വിചാരിച്ചു കേട്ടോ. പ്രസാദമുള്ള വഴിയിൽ നീ നടന്ന സ്വപ്നം കാണുന്നത് പോലെ ചിലതൊക്കെ നടക്കും. നീ ദൈവത്തിന് പ്രസാദമുള്ള വഴിയിലാണെങ്കിൽ, ദൈവത്തിന് നീ പ്രസാദമുള്ളത് ചെയ്താൽ, ഉറക്കത്തിൽ കിടന്ന് സ്വപ്നം കാണുന്നത് പോലെ വിശ്വസിക്കാൻ പോലും പ്രയാസകരമായ രീതിയിൽ നിനക്ക് വേണ്ടി ചില അത്ഭുതങ്ങൾ, ചില അടയാളങ്ങൾ, ചില വീര്യപ്രവർത്തികൾ അത് വെളിപ്പെട്ട് വരുമെന്ന് ഇവരുടെ പരിശുദ്ധാത്മാവ് ഈ വചനത്തിലൂടെ വ്യക്തമാക്കുകയാണ്. സ്വപ്നം കാണുന്നത് പോലെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മാവിനെ പ്രവചിച്ചു പറയുക, ചില സ്വപ്നം കാണുന്നത് പോലെ ചില തലമുറയ്ക്ക് വേണ്ടി വഴി തുറന്നു വരും. തലമുറകളുടെ ജീവിതത്തിൽ സ്വപ്നം കാണുന്നത് പോലെ, സ്വപ്നം കാണുന്നത് പോലെ ചില നന്മകൾ ചിലർ കൈപ്പറ്റും. ചില സ്വപ്നം കാണുന്നത് പോലെ ജോലിയിലേക്ക് ചിലർ പ്രവേശിക്കും. സ്വപ്നം കാണുന്നത് പോലെ ഉപരിമണ്ഡലത്തിലേക്ക് ചിലർ പ്രവേശിക്കും. സ്വപ്നം കാണുന്നത് പോലെ ചില നന്മകൾ ചിലർ കൈപ്പറ്റും. സ്വപ്നം കാണുന്നത് പോലെ ആവർത്തന പുസ്തകത്തിലേക്ക് വരുമ്പോൾ, നിങ്ങൾ മിസ്രൈമിൽ നിന്ന് വരുമ്പോൾ അവർ അപ്പവും വെള്ളവും കൊണ്ട് വഴിയിൽ നിങ്ങളെ വന്ന് എതിരേൽക്കേണ്ടതിനും നിന്നെ ശപിപ്പാൻ അവർക്ക് മെസൊപ്പൊത്താമിയയിലെ പെദോരിൽ നിന്ന് ബെയോരിന്റെ മകനായ ബിലെയാമിനെ നിനക്ക് വിരോധമായി കൂലിക്ക് പിടിപ്പിച്ചത് കൊണ്ടും തന്നെ. എന്നാൽ ബിലെയാമിന്റെ
ബിലിയാമിന് ചെവി കൊടുക്കാൻ നിന്റെ ദൈവമായ യഹോവയ്ക്ക് മനസ്സിലായിരുന്നു. നിന്റെ ദൈവമായ യഹോവ നിന്നെ സ്നേഹിച്ചതുകൊണ്ട് നിന്റെ ദൈവമായ യഹോവ ആ ശാപം നിനക്ക് അനുഗ്രഹമാക്കി തീർത്തു. ഉണ്ടോ? അപ്പവും വെള്ളവും കൊണ്ട് വഴിയിൽ എതിരേൽക്കേണ്ടവർ ശാപവാക്കുകൾ കൊണ്ട് എതിരേറ്റപ്പോൾ ആ ശാപങ്ങളെ ദൈവം അനുഗ്രഹമാക്കി തീർത്തു. നിന്റെ വഴിയാത്രയിൽ നീ പ്രതീക്ഷിക്കുന്ന ചില നന്മകളുണ്ടാകും, ചില അനുഗ്രഹങ്ങളുണ്ട്. പക്ഷെ അതിന് വിപരീതമായി നീ പ്രതീക്ഷിക്കാത്തത് ചിലപ്പോൾ സംഭവിക്കും. എന്നാൽ ഇന്ന് പകൽ ഭാരപ്പെടേണ്ട. അത് നന്മയാക്കാൻ കഴിവുള്ള, അനുഗ്രഹമാക്കാൻ കഴിവുള്ള ഒരു ദൈവത്തിന്റെ സാന്നിധ്യം വഴിയിലുള്ള സകല ശാപങ്ങള് അത് അനുഗ്രഹമാക്കി തീർക്കാൻ, അത് നന്മയ്ക്കാക്കി തീർക്കാൻ കഴിവുള്ള ദൈവം ഇന്ന് പകൽ ഈ ആലയത്തിലുണ്ട്. ആത്മാവിനോട് പറയുന്നു, പിന്തുടർന്നു വരുന്ന ചില ശാപങ്ങൾ, അനുഗ്രഹിക്കപ്പെടാൻ കഴിയാതെ, നന്മ പ്രാപിക്കാൻ കഴിയാതെ, ഉയർച്ച പ്രാപിക്കാൻ കഴിയാതെ പിന്തുടർന്നു വരുന്ന ചില ശാപങ്ങൾ ഈ ദിവസത്തിൽ ദൈവം അനുഗ്രഹമാക്കി തീർക്കും. അനുഗ്രഹമാക്കി തീർക്കും. അനുഗ്രഹം. ചില ശാപത്തിന്റെ കെട്ടിൽ നിന്ന് ദൈവം ചിലരെ വിടുവിച്ച അനുഗ്രഹത്തിലേക്ക്, എല്ലാം നന്മയ്ക്കിടയ സമൃദ്ധിക്ക് കാരണമാക്കുന്നുണ്ട്. എന്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. സംഗീതക്കാരൻ പറയുന്ന ഒരു വാചകം വളരെ പ്രശസ്തമാണ്. ഒന്നാം സംഗീതത്തിന്റെ 3-ാമത്തെ വാക്യം, ദുഷ്ടന്മാരുടെ വഴിയും ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെ പാപിയുടെ വഴിയിൽ നീ ദൈവത്തിന് പ്രസാദമുള്ള വഴിയിലാണെങ്കിൽ പാപിയുടെ വഴിയിൽ എന്ത് ചെയ്യരുത്? പരിഹാസിയുടെ ഇരിപ്പിടത്തിൽ എന്ത് ചെയ്യരുത്? ഹലോ, പാപിയുടെ വഴിയിൽ എന്ത് ചെയ്യരുത്? നിൽക്കരുത്. പരിഹാസികളുടെ വഴിയിൽ ഇരിപ്പിടത്തിൽ നീ ചെന്ന് വെട്ടണം. ഒരു പരിഹാസിയുടെ മുമ്പിലാണെങ്കിൽ അവിടെ ഇരുന്ന് അവന്റെ പരിഹാസവും കേട്ട് നിന്റെ കയ്യിൽ നിന്ന് കുറച്ചിട്ട് 2 പരിഹാസികളായി തീരരുതെന്നാണ് വചനം പറയുന്നത്. പരിഹാസിയുടെ കൂട്ടത്തിൽ നമ്മൾ ഇരുന്നാൽ നമ്മൾ ആരാവും? അല്ലേ? ആത്മീയന്റെ കൂടെ നടന്നാൽ നമ്മൾ വരാവും. ജഡീകന്റെ കൂടെ നടന്നാൽ നമ്മൾ ആരാവും? അപ്പൊ നമ്മുടെ സ്വഭാവം ഏതാണെന്ന് പരിശോധിക്കണം. നമ്മൾ ആരുടെ കൂടെയാണെന്ന് മനസ്സിലാക്കണം. നമ്മുടെ സ്വഭാവം എന്താണെന്ന് പരിശോധിച്ചാൽ നമ്മൾ ആരുടെ കൂടെയാണെന്ന് നമ്മൾ ആരോട് ചോദിക്കണ്ട, നമുക്ക് തന്നെ സ്വയം മനസ്സിലാവും. ഈ ആരാധന കഴിഞ്ഞ് വീട്ടിൽ പോയിരുന്ന മൊത്തം പരിഹാസമാണെങ്കിൽ, ഹലോ ഈ ചില ഞാൻ കണ്ടിട്ടുണ്ട് പല വീടുകളിൽ. ഞാൻ പലരും ശ്രദ്ധിച്ചൊരു കാര്യം, ആരാധനയ്ക്ക് വന്ന തീക്ഷണത്തിലൊക്കെ വീട്ടിലോട്ട് ചെയ്തു, എന്നിട്ട് ഒരു വിഷയം അങ്ങോട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ എന്താ പൊന്നോ, അതിനൊരു അന്തവും ഇല്ല, ഒരു കുന്തവും. നിസ്സാര ഒരു കാരണം മതി. ഇന്നത്തേക്ക് ചിലപ്പോൾ ഇനിയും ഉണ്ടായിരിക്കും. ചിലപ്പോൾ ഞാനൊരു ഉദാഹരണം പറഞ്ഞതാ. അല്ല, നിങ്ങൾ അങ്ങനാണെന്നല്ല ഞാൻ പറഞ്ഞേ. പരിഹസിക്കുന്ന ഒരു മനോഭാവം ഇതിനകത്തിരിക്കുന്ന ആരിലെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് പരിഹസിക്കാൻ ഇത് മതി. ഒന്നും വരുന്നില്ല. അല്ല, ഞാൻ പറഞ്ഞ പോയി കൂടി കിട്ടിയോ? നിങ്ങൾ അങ്ങനാണെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ ആ മൈൻഡ് ഉണ്ടെങ്കിൽ ഇന്നത്തേക്ക് ഇത് മതി. അടുത്താഴ്ച നിങ്ങൾ വേറെ കിട്ടും. സ്തോത്രം. ഹലോ, സ്തോത്രം. ചിലർക്ക് പരിഹസിക്കാൻ വലിയ കാരണമൊന്നും ഇന്ന് പകൽ പരിഹാസികളായിരിക്കാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവത്തിന് പ്രസാദമുള്ളത് ചെയ്യാൻ ദൈവസന്നിധിയിൽ എഴുന്നേൽക്കാം. നിന്റെ വഴിയിൽ ദൈവത്തിന് പ്രസാദമായ, നിന്റെ ഹൃദയത്തിൽ ദൈവത്തിന് പ്രസാദമുണ്ടെങ്കിൽ ഇന്ന് പകൽ ദൈവം പ്രസാദിക്കുന്ന പകലാകട്ടെ. ആ കരകൾ ഉയർത്തിപ്പിടിച്ചാട്ടെ.
ഇന്ന് പകൽ ദൈവത്താൽ ചില വഴികൾ തുറന്നു വരും. ദൈവത്താൽ ചില നന്മകൾ തുറന്നു വരും. മുടങ്ങിക്കിടക്കുന്ന ചില